ഹലോ ഗൈസ്, എല്ലാവർക്കും സീസൺ 5-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിന്നുണ്ടല്ലോടാ നമ്മളെ ഗെയിം കളിക്കാൻ അങ്ങോട്ട് ഇരിക്കുകയാണ്. നല്ല ലാഗ് അടിച്ചിട്ടാണ് തുടക്കം ഗൈസ്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിരുന്നു വീഡിയോ ഇടാൻ. സോ നോക്കട്ടെ ഗൈസ്, ഞാൻ എങ്ങനെയെങ്കിലും കയറിയിട്ട് നമുക്ക് നമ്മളെ ബേസിൻ്റെ ഔട്ട് സൈഡ് ഒക്കെ സെറ്റാക്കി എടുക്കാൻ നോക്കാം. ഇതുണ്ടോ ഈ എഴുതി കാണിച്ചിരുന്ന ക്രാഫ്റ്റ് അല്ല കോമ്പസസ് എന്ന്, അത് നമുക്ക് ഈ ഒരു വേൾഡിൽ ഏറ്റവും മെയിൻ ഐറ്റം ആക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വേൾഡ് ലോഡ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് നമ്മളെ നല്ല 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 വീഡിയോകൾ ഞാൻ ഇടും ഗൈസ്. സപ്പോർട്ട് കിട്ടിയാൽ നല്ല നല്ല വീഡിയോകൾ ഇടും കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ലോഡായി, പക്ഷേ എൻ്റെ സ്കിന്ന് ഇന്നത്തേക്ക് സഹിക്കും ഗൈസ്. ഓക്കെ, ഞാൻ തമ്മിൽ എൻ്റെ സ്കിൻ ഇട്ടോളാം. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാം. ഓക്കെ, എന്നിട്ട് ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ, ഞാൻ ഈ ഒരു ചെറിയ വുഡ് ഞാൻ സൗണ്ട് കുറവാണല്ലോ. ഓക്കെ ആണ്, ഇതുണ്ടല്ലോ. ഞാൻ ഈ ഒരു ചെറിയ വുഡ് നമ്മളെ വാൻഡ്രിൻ ട്രേഡർ ചില സമയം ഈ ഒരു പെയ്ലോക്കിൻ്റെ സാപ്ലിങ് കൊണ്ടുവരും ഗൈസ്. ഓക്കെ, ആ ഒരു സാപ്ലിങ് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ആ ഒരു സാപ്ലിങ് മേടിച്ചിട്ട് ഇവിടെ പെയ്ലോക്ക് വളർത്തി പെയ്ലോക്കായിരിക്കും പിന്നെ ഇതുപോലെ ചെറിക്ക് പകരമായിട്ട് ഞാൻ എവിടെയൊക്കെ ചെറി വെച്ചിട്ടുണ്ടോ അതിന് പകരം വെക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് നമ്മളെ ഡെർട്ട് എടുക്കാൻ തുടങ്ങാം. അപ്പം ഇവിടെ ഡെർട്ട് ഉണ്ടാവും. ഓക്കെ, ഈ ഡെർട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളെ ക്വിക്കായിട്ട് നമ്മളെ മോഡ് എടുത്തിട്ട് ഇതാ സോർട്ട് ചുമ്മാ അല്ല ഗൈസ്, ഇവിടെ ഡെർട്ടില്ല ബ്രോ. ഇന്നത്തെ ഉപയോഗത്തിന്, ഇന്നത്തെ നമ്മളെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് ഡെർട്ട് വേണം ഗൈസ്. ഓക്കെ, ഷിറ്റ് ഗൈസ്, ഈ ഒരു 4 പീസ് ഡെർട്ട് ഞാൻ എന്താ ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് തീർന്നു. ഓക്കെ, ഇനി ഞാൻ എന്താ ഇവിടെ കുറച്ച് ഡെർട്ടും കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങാം പാത്ത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡെർട്ട് കളത്തിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അതിന് മുന്നേ തന്നെ നമുക്ക് 2 ചെസ്റ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡെർട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു ഡെർട്ട് കൊണ്ട് വയ്ക്കാം. അതിന് ആദ്യമേ ഞാൻ എന്താ ഇതിങ്ങനെ പൊട്ടിച്ച് ഇതിങ്ങനെ വെച്ചേക്കാം. ഓക്കെ, എൻ്റെ മോഡുള്ളതുകൊണ്ട് എളുപ്പമായി. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ കുറച്ച് ഡെർട്ട് കളക്ട് ചെയ്യട്ടെ, ഒരു 2-3 സ്റ്റാക്ക്. അടിപൊളി ഗൈസ്. ഞാനേ നമ്മളെ ഇതില്ലാതെയാണ് ഗൈസ് വന്നത്, ഷവലില്ലാതെയാണ് ഡെർട്ട് പൊട്ടിക്കാൻ വന്നത്. കൊള്ളാം ഗൈസ്. ഓക്കെ, വിഷയം തന്നെ. നമ്മൾ പ്രോ ആണ് ഗൈസ്. ഡ്രീമിനെ കളിക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, മനസ്സിലായോ ഗൈസ്? എന്തൊരു പരിപാടിയാണ് ഗൈസ് നമ്മളിപ്പോൾ കാണിച്ചത്. ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ്, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വന്നിരുന്ന ചുമ്മാ അല്ല. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് ഐറ്റംസ്, കുറച്ച് ഡെർട്ട് നമുക്കൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. പിന്നെ ഇന്നത്തെ ഈ ഒരു വർക്കോട് കൂടി നമുക്ക് നമ്മൾ ആർമറിൻ്റെ പരിപാടി സ്റ്റാർട്ടാക്കാം. ആർമറും ടൂൾസിൻ്റെ പരിപാടി ഒന്ന് സ്റ്റാർട്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ അതിന് എനിക്ക് അധികം സമയമൊന്നുമില്ല റെക്കോർഡ് ചെയ്യാനായിട്ട് ഇന്ന്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഓക്കെ, അല്ല കുറച്ച് ഒരുപാടൊന്നും ഇന്ന് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡെർട്ട് വെച്ച് ഒന്ന് ടെറാഫോം ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാതെ വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇപ്പോഴേ ഞാൻ തുടങ്ങുന്നില്ല. കാരണം എനിക്ക് ഈ ഒരു ടൂൾസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഗൈസ്. ഓക്കെ, ഒരു കാര്യമില്ല കോപ്പർ ടൂൾസ് വെച്ച് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കോപ്പർ ടൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, നമ്മൾ എപ്പോഴും കോപ്പർ ടൂൾസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തീർക്കാനേ പറ്റത്തില്ല. 2 എണ്ണം കൂടെ മതിയില്ലേ? നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എടുക്കാമല്ലോ. ഓക്കെ, 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് 1 സ്റ്റാക്ക് എടുത്തിട്ട് പരിപാടി തുടങ്ങാം. ഓക്കെ, ആദ്യമേ മേളിൽ പോയി അതൊന്ന് കവർ ചെയ്യാം. ഓക്കെ, 2 സ്റ്റാക്ക് പോരാന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത് കവർ ചെയ്യാം ആദ്യമേ.
ഓ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് കലിപ്പാണല്ലോ ഗൈസ് ഇത്. നമുക്ക് ഫുള്ള് വെച്ച് തീർക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നോക്കട്ടെ ഓക്കെ ആർട്ടിഫിഷ്യൽ ലുക്ക് അങ്ങ് പോയി കിട്ടി. ഓക്കെ അതിപ്പോൾ സെറ്റായി. പക്ഷെ ഇപ്പം നിങ്ങൾ നോക്കാൻ നേരം എന്താ ഒരുമാതിരി ഇരിക്കുന്നു. സോ അതുകൊണ്ട് ഞാൻ എന്താ ഇത് മുഴുവൻ ഒന്ന് കവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ നല്ല ചെറിയൊരു മല പോലൊരു സംഭവം ഞാൻ എന്താ ഇവിടെ സെറ്റാക്കിയാണ് ഗൈസ്. ഓക്കെ അതും കൂടെ എടുത്തുകൊണ്ട് വരാം. ഇതുവരെ ഈ ഒരു വേൾഡിൽ അയൺ മൈനിങ്ങിന് പോലും പോയിട്ടില്ല ഗൈസ്. ഓക്കെ അതാണ് പാട്. ഞാൻ ഒന്ന് ടെറാഫോം ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ നോക്കട്ടെ ഞാൻ. ഓക്കെ ഗൈസ് എൻ്റെ ഡെർട്ടെല്ലാം തീർന്നപ്പോൾ ഞാൻ ഇതുപോലെയാണ് ടെറാഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ഓക്കെ ഇതും കൂടെ ഇരുന്നോട്ട്. ഓക്കെ ഇത് കറക്റ്റ് ഇപ്പോൾ ഒരു മലയ്ക്കകത്തിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇത് ഇവിടെ വേണ്ട, ഇത് ഇവിടത്തേക്ക് പകരം നോക്കുക. ഒന്ന് വെട്ടി ചെറുതാക്കാം ഈ ഒരു മല. അതോടിക്കട്ട് ഇവിടെ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഗൈസ് ആക്ച്വലി കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നിൽക്കാം നൈറ്റാവും. ഈ നൈറ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ ഗൈസ് നമുക്ക് 7 മിനിറ്റ് ആയി ഗൈസ്. നൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് വെളിയിലോട്ട് പോയി കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്കേ ഇതൊന്ന് കുറച്ചും കൂടെ മലയുടെ അകത്തിരിക്കുന്ന പോലെ തോന്നിക്കണം. ഇവിടെയും കുറച്ച് ഡെർട്ടെന്ന് വെച്ച് പിന്നെ മണ്ടയിൽ കുറച്ച് ലാൻഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ പോയിട്ട് കുറച്ച് ഡെർട്ട് ഒപ്പിച്ചാൽ ഇവിടെ ഒരു മല പോലെ നിൽക്കുന്നുണ്ടോ, ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം ഗൈസ്. ഓക്കെ പക്ഷെ ഇത്രയും മതിയെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക്. നമുക്കപ്പോൾ ഇതും കൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങാം. ഞാൻ ആദ്യമേ അങ്ങോട്ട് നിർത്തട്ടെ ഗൈസ്. ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് നൈസായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഓക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് ഒരു വരുന്നിട്ട് ഓക്കെ ഒക്കെയാണ്. ഓക്കെയാണ് കേസ്. നോക്കട്ടെ ഇതിങ്ങനെ ഇരുന്നിട്ട് ഞാൻ നോക്കാൻ നേരം പക്ഷെ ഇതങ്ങ് ഒരുപാട് സ്ട്രെയിറ്റ് ആയ പോലെ തോന്നുന്നു കേസ് എനിക്ക്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ കുറച്ച് ബ്ലോക്കൊന്ന് വെച്ച് ഓക്കെ ഈ ഒരു മലയൊന്ന് ഇവിടെ റെഡിയാക്കി ഒന്ന് താഴോട്ട് കറക്റ്റ് ഒരു മലയ്ക്കകത്തിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ. ഓക്കെ ഈ എൻ്റെ ശവലും പൊട്ടാറായി. ചിലപ്പോൾ ഇപ്പോൾ വീഡിയോ ക്രാഷായി പോകും ഗൈസ്, കാരണം സ്റ്റോറേജ് പണി കിട്ടിയാൽ പിന്നെ പണി കിട്ടിയതാണ്. ഓക്കെ ഈ ഒരു സൈഡിലോട്ടൊക്കെ നമുക്ക് നല്ല ടൂൾസ് കിട്ടിയിട്ട് വർക്കാക്കാം. ഇതിപ്പോൾ എൻ്റെ ഡെർട്ട് തീരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പെർഫോം ചെയ്യും. ഓക്കെ ഡെർട്ട് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഏകദേശം 9 മിനിറ്റായി. അപ്പോൾ ഗൈസ് ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദ വീഡിയോ. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കുക ഗൈസ്. ലൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇടാം. അപ്പോൾ ഇതിപ്പോൾ 5ാമത്തെ എപ്പിസോഡാണ്. 10ാമത്തെ എപ്പിസോഡിൽ എനിക്ക് എങ്ങനെ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ് ഡൗൺലോഡ് തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം ഡൗൺലോഡ് തരുന്നില്ല. ഞാനൊന്ന് പഠിച്ചിട്ട് ഇതൊക്കെയാണ് വേൾഡ് ഡൗൺലോഡ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് മൈനിങ് ഇറങ്ങണം. നമുക്ക് കോപ്പർ ആർമർ മാറ്റി ഒരു അയൺ ആർമർ ആക്കണം. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.